അല്പസമയത്തിന് ശേഷം നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സ്ത്രീകൾക്കായിരിക്കുമെന്നാണ്. കാരണം ഈ അടുത്ത കാലത്തൊക്കെ BJP വിജയത്തിൻ്റെ തേരിലേറ്റിയത് മുഴുവൻ സ്ത്രീകളായിരുന്നു. അത് മധ്യപ്രദേശായാലും രാജസ്ഥാനായാലും മറ്റിടങ്ങളായാലും ഒക്കെ സ്ത്രീ വോട്ടർമാർ വലിയ രീതിയിൽ മോദിയെ പിന്തുണയ്ക്കുന്നു. ആ സാഹചര്യത്തിൽ അവർക്ക് വാരിക്കോരി നൽകാനുള്ളൊരു നീക്കത്തിലേക്കാണ് മുൻപ് പറഞ്ഞിരുന്നു. കിസാൻ സമ്മാൻ നിധിയുടെ തുക ഉയർത്തുന്നു. ഇപ്പോൾ 2000 രൂപ വെച്ചാണ് അത് ലഭിക്കുന്നത്. 6000 രൂപയാണ് ഒരു വർഷത്തിൽ ലഭിക്കുന്നത്. അത് 12,000 ആക്കും എന്നൊക്കെ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത അത് 9,000 ആക്കിയേക്കുമെന്നാണ്. ഈ 9,000 ആണോ 12,000 ആണോ ആക്കുക എന്നറിയില്ല. കാരണം കാർഷിക മേഖലയിൽ കർഷകർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ചെറിയ ഒരു 1/2 സെന്റ് മുതൽ ഉള്ള കർഷകർ എന്ന് പറയുന്നതിൽ കൂടുതലും സ്ത്രീകളാണ്. 60% സ്ത്രീകളാണ്. പക്ഷേ അതിൽ 13% സ്ത്രീകൾക്ക് മാത്രമാണ് ഈ കിസാൻ സമ്മാൻ നിധി കൊണ്ട് പ്രയോജനം ലഭിക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കുക. കൂടുതൽ തുക എത്തുമ്പോൾ സ്വാഭാവികമായി അത് സ്ത്രീകളുടെ കൈകളിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതിന് മുൻകാല പ്രാബല്യത്തോടു കൂടിയായിരിക്കും ഈ ബഡ്ജറ്റിൽ ഈ തുക വകയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യത്തെ സ്ത്രീകൾക്കടക്കമുള്ള കർഷകർക്ക് വൻപിച്ച ലോട്ടറി തന്നെയായിരിക്കും. കാരണം നിലവിൽ 6,000 ലഭിച്ചുകൊണ്ടിരുന്നത് 2,000 എന്നുള്ളത് 2,500 മാറുമ്പോൾ സ്വാഭാവികമായി തന്നെ അത് ഒന്നിച്ച് ഒരു 3 മാസത്തെ തുക ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ അത് വലിയ തരംഗം തന്നെ സൃഷ്ടിക്കാൻ കഴിയും. ഒപ്പം തന്നെ റെയിൽവേക്ക് വലിയ ഒരു പ്രചോദനമാകുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ റെയിൽവേയുടെ അയോധ്യയിലേക്കുള്ള ടൂർ പാക്കേജ് അടക്കം ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. 3 ലക്ഷം കോടി രൂപയാണ് റെയിൽവേക്ക് വേണ്ടി മാറ്റിവെക്കുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചന. ഏതായാലും ജനപ്രിയമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.